എന്നാൽ ഈ പ്രസ്ഥാനത്തിന്റെ ആദരണീയ നേതൃത്വം മഹാനായ ശൈഖുന സുൽത്താനുലമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ്, അങ്ങനെയുള്ളൊരു നേതൃത്വം ഇന്ന് സമസ്തയോളം പ്രായമുള്ള 94 കഴിയുന്ന ഒരു പണ്ഡിത നേതൃത്വം സമസ്തയിലെന്നല്ല ലോകത്ത് തന്നെ ഇത്രമാത്രം പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഒരു പണ്ഡിതനെ കാണാൻ കഴിയില്ല. ആ സമസ്തകളുടെ ജമിയത്തുൽ ഉലമായിൽ ഇത്രമാത്രം 52 വർഷത്തോളം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന മറ്റൊരു പണ്ഡിതനും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ആ പണ്ഡിതൻ ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ ആരും രണ്ടഭിപ്രായം മറിച്ചു പറയുകയില്ല. ആ പണ്ഡിതന്റെ അഭിപ്രായം മഹാനായ ശൈഖുനാ സുൽത്താൻ കാന്തപുരം ഉസ്താദിന്റെ ഓരോ വാക്കുകളും ഞങ്ങൾക്ക് അന്തിമമാണ്, ഞങ്ങൾക്ക് അവസാന വാക്കാണ്. ഈ യാത്ര തുടങ്ങിയത് മഹാനായ ശൈഖുനാ സുൽത്താൻ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനമാണ്. പക്ഷേ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴും കേരളീയ സമാപിക്കുമ്പോൾ കേരളീയ പൊതുമണ്ഡലത്തിൽ ആയത്തിൽ ഇടപെട്ട ഒരു ജനകീയ പ്രസ്ഥാനമായി ഈ യാത്ര മാറി എന്നതാണ് ഏറ്റവും വലിയ വിജയം. ഈ യാത്ര മനുഷ്യർക്കൊപ്പമെന്നത് കേവലം ഒരു അലങ്കാരിക പദമല്ല, ആളുകളെ വിളിച്ചുകൂട്ടാൻ പബ്ലിസിറ്റിക്കല്ല. പലപ്പോഴും റിയാലിറ്റി ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ 80-20, 20 റിയാലിറ്റിയും 80 പബ്ലിസിറ്റിയുമായിരിക്കും. ഇവിടെ 100ൽ 100ഉം പബ്ലിസിറ്റി ഇല്ലാതെ 100ൽ 100ഉം റിയാലിറ്റി മാത്രമാണ് ഈ പ്രസ്ഥാനത്തിന്. അത് മംഗലാപുരത്ത് നിന്ന് തുടങ്ങി ഇതുവരെയും ഇന്നത്തെ സ്റ്റേജ് അതിന് നേർസാക്ഷ്യമല്ലേ. ഇത്രയും രാഷ്ട്രീയ കക്ഷികൾ ഒരേ സ്റ്റേജിൽ നിലനിന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഓരോ അതിർത്തിയിൽ വരുമ്പോഴും സ്വാമിജിമാരും ഞങ്ങൾക്ക് ഫാദിരിമാരും ഞങ്ങൾക്ക് വ്യത്യസ്ത പ്രതിപക്ഷം ഭരണപക്ഷം രണ്ടുപേരിൽ നിൽക്കുന്നവർ ഞങ്ങളുടെ മുമ്പിൽ ഒന്നായി കൊടികൾ ഒന്നിച്ച് പിടിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു യാത്ര മനസ്സിൽ നിന്ന് മനസ്സിലേക്കുള്ള യാത്രകളാണ്. ഈ യാത്രകൾ ഞങ്ങൾ പൂമാലകൾ സ്വീകരിക്കാനല്ല, ഞങ്ങൾ നോട്ടുമാലകൾ സ്വീകരിക്കാനല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയതല്ല, ഞങ്ങൾ വോട്ട് പിടിക്കാനല്ല, ഞങ്ങൾ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്കാണ് ഞങ്ങളുടെ യാത്ര. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ കുറേ സ്വീകരണങ്ങൾ ഞങ്ങൾക്ക് ഏർപ്പെടുത്താമായിരുന്നു.